മധ്യപൂർവ്വ ദേശങ്ങളിലെ എണ്ണ പര്യവേഷണം വിശാലമായ വാതായനമാണ് 1960കളുടെ ആരംഭത്തിൽ മാനവരാശിക്ക് മുൻപിൽ തുറന്നുകൊടുത്തത്. ഇതിൽ ആകൃഷ്ടരായ ധാരാളം ആളുകൾ ഐക്യ അറബ് നാടുകളിലേക്ക് കുടിയേറിപ്പാർക്കുകയുണ്ടായി. ഉപജീവനാർത്ഥം ഇവിടേക്ക് കടന്നു വന്നതായ ക്രൈസ്തവ സമൂഹം പ്രാരംഭകാലം മുതൽ ആത്മീയ കൂടിവരവുകൾക്ക് ഏറെ പ്രാധാന്യം നൽകിയിരുന്നു. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ഭാഗമായി 1971 ജനുവരി 12 അബുദാബി മാർത്തോമാ ഇടവക രൂപീകൃതമായി. ഇടവകയുടെ അംഗസംഖ്യ കൂടുന്നതനുസരിച്ച് പ്രെയർ ഗ്രൂപ്പുകളുടെ എണ്ണവും വർദ്ധിച്ചു വന്നു. 1997 നിലവിലുണ്ടായിരുന്ന 17 പ്രാർത്ഥനാ ഗ്രൂപ്പുകളോടൊപ്പം പുതിയതായി 2 പ്രെയർ ഗ്രൂപ്പുകളും കൂടെ രൂപീകരിക്കുവാൻ അന്നത്തെ വികാരി റവറൻഡ് PM തോമസ് അച്ഛന്റെ അധ്യക്ഷതയിൽ കൂടിയ ഇടവക സംഘം തീരുമാനിച്ചു. അന്നത്തെ പ്രെയർ ഗ്രൂപ്പ് കോർഡിനേറ്റർ മിസ്റ്റർ റോയ് തോമസ് മദീന സയ്യിദ് ഏരിയയിൽ ഒരു പ്രെയർ ഗ്രൂപ്പ് രൂപീകരിക്കുവാനുള്ള ചുമതല മിസ്റ്റർ PD മാത്യുവിനെ ഏൽപ്പിച്ചു. അങ്ങനെ മദീന സയ്യിദ് പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് തുടക്കമായി. ദൈവകൃപയുടെ തണലിൽ മുടക്കം കൂടാതെ കഴിഞ്ഞ 25 വർഷങ്ങളിൽ പരമായി ഈ പ്രെയർ ഗ്രൂപ്പ് സജീവമായി നടന്നുവരുന്നു. കോവിഡിന് മുൻപ് ഭവനങ്ങളിലും കോവിഡ് കാലത്ത് ഡിജിറ്റൽ മാധ്യമത്തിലൂടെയും നടത്തിവന്നതായ കൂട്ടായ്മ കോവിഡിന് ശേഷം ദേവാലയത്തിൽ വെച്ചും ഓൺലൈനിലൂടെയും ചേർന്ന് വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തമ്പുരാൻ അവസരം തന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രാർത്ഥനായോഗത്തിന്റെ പ്രാരംഭയോഗം 1997 മാർച്ച് 12 8 PM മിസ്റ്റർ റോയ് തോമസിന്റെ ഭവനത്തിൽ കൂടുകയുണ്ടായി. പാട്ട്, പ്രാർത്ഥന ഇവയ്ക്ക് ശേഷം കുട്ടികൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായവും മുതിർന്നവർ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായവും പാഠഭാഗങ്ങൾ വായിച്ചു. സങ്കീർത്തനങ്ങൾ 1 വാക്യം പ്രതിവാക്യമായി വായിച്ചതിനു ശേഷം മിസ്റ്റർ റോയ് തോമസ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മിസ്റ്റർ PD മാത്യു വചന ശുശ്രൂഷ നിർവഹിച്ചു. പ്രാർത്ഥന, ആശീർവാദം ഇവയ്ക്ക് ശേഷം യോഗം അവസാനിച്ചു. 11 കുടുംബാംഗങ്ങളാണ് ഈ യോഗത്തിൽ സംബന്ധിച്ചത്. ആദ്യകാലങ്ങളിൽ ബുധനാഴ്ചകളിലും ഇപ്പോൾ വെള്ളിയാഴ്ചകളിലും പ്രെയർ ഫെലോഷിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. പുതിയ പാട്ടുകൾ പഠിക്കുന്നതിനും സാക്ഷ്യം പറയുന്നതിനും വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതിനും ഉള്ള അവസരങ്ങൾ ഈ കൂട്ടായ്മയിൽ ലഭിക്കുന്നു. ഇടവകയും സംഘടനകളും നേതൃത്വം നൽകുന്നതായ പ്രോഗ്രാമുകൾ, കൺവെൻഷനുകൾ, കലാമത്സരങ്ങൾ ഇവയിലൊക്കെ ശ്രദ്ധേയമായ പങ്കാളിത്തം നൽകുവാൻ മദീന സയ്യിദ് പ്രെയർ ഗ്രൂപ്പ് മെമ്പേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. ഇടവകയിലും സംഘടനകളിലും ശക്തമായ നേതൃത്വം നൽകുവാനും ഈ പ്രെയർ ഗ്രൂപ്പിന് കഴിഞ്ഞത് സന്തോഷപൂർവ്വം ഓർക്കാം. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലെ ആളുകളുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും കൂട്ടായ്മ ചേർന്ന് നിൽക്കുന്നതിന്റെ ഉദാഹരണങ്ങളാണ് രോഗികളെ സന്ദർശിക്കുന്നത്, വീടുമാറുന്നതുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ ചെയ്യുന്നത്, അവധിക്കാലം ചെലവഴിക്കുവാൻ പോകുന്ന പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ച് യാത്രയയക്കുന്നത്, കുഞ്ഞുങ്ങളുടെ പരീക്ഷാ സമയത്ത് അവരെ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, വിജയാവസരങ്ങളിൽ അനുമോദിക്കുന്നത്, ഉപരിപഠനാർത്ഥം പോകുന്നവർക്ക് സ്നേഹോപകാരം നൽകി അവരെ അയക്കുന്നത്, വിവാഹവേളയിൽ സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ആദിയായവ. പ്രെയർ ഗ്രൂപ്പ് മെമ്പേഴ്സ് കൊണ്ടുവന്നതായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ കൈത്താങ്ങുകൾ നൽകുവാൻ ഈ പ്രെയർ ഗ്രൂപ്പിന് കഴിഞ്ഞു. നമ്മുടെ പ്രെയർ ഗ്രൂപ്പിലെ ചില പ്രിയപ്പെട്ടവർ അതിഗുരുതരമായ രോഗാവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ പ്രാർത്ഥനയുടെ കരം ചേർത്ത് പിടിച്ച് ദൈവസഹായം അപേക്ഷിച്ചതും ദൈവത്തിൻ്റെ കരുണയാൽ അവർക്ക് സൗഖ്യം ലഭിച്ചതും നന്ദിയോടെ ഓർക്കുന്നു. പ്രെയർ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ആത്മീയ പരിപോഷണം, വ്യക്തിത്വ വികസനം, മാനസിക ഉല്ലാസം എന്നിവയ്ക്ക് വേണ്ടി നടത്തപ്പെടുന്ന പ്രവർത്തനങ്ങളാണ് സാക്ഷിയോഗങ്ങൾ, പിക്നിക്കുകൾ, അവധി ദിവസ ഒത്തുചേരലുകൾ, ക്രിസ്മസ് ഗെറ്റ് ടുഗെദർ എന്നിവ. പ്രെയർ ഗ്രൂപ്പ് മെമ്പേഴ്സ് ടെലിഫോൺ ഡയറക്ടറി, പ്രെയർ ഗ്രൂപ്പ് സോങ് ബുക്ക് എന്നിവ പ്രസിദ്ധീകരിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാന്നിധ്യം, പ്രാർത്ഥന, സഹകരണം ഇവയാൽ പ്രെയർ ഗ്രൂപ്പിനെ ധന്യമാക്കിയ പ്രിയപ്പെട്ടവരായിരുന്ന ശ്രീ MK എബ്രഹാം, മിസ്റ്റർ ഡാനിയൽ ജോർജ്, ശ്രീമതി ആനി സാബു എന്നിവരെ കൃതജ്ഞതാപൂർവ്വം ഈ സമയത്ത് ഓർക്കുന്നു. കാലാകാലങ്ങളിൽ തങ്ങളുടെ പങ്കാളിത്തം കൊണ്ടും പ്രാർത്ഥനാപൂർവമായ സഹകരണം കൊണ്ടും അതിമഹത്തായ സംഭാവനകൾ നൽകി ഇപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന
നമ്മുടെ പൂർവ്വകാല അംഗങ്ങളിൽ ചില പ്രിയപ്പെട്ടവരുടെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. സ്തോത്രം. ബഹുമാനമുള്ള അബുദാബി മാർത്തോമാ വികാരി റവറൻ ജിജു ജോസഫ് അച്ഛൻ, അസിസ്റ്റന്റ് വികാരി അജിത് ഈപ്പൻ തോമസ് അച്ഛൻ, കർത്താവിൽ ഏറ്റവും വാത്സല്യമുള്ള മദീന സെയ്ദ് പ്രാർത്ഥനാ കൂട്ടത്തിലെ അംഗങ്ങളെ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. ജീവനോപാധി തേടി അബുദാബിയിലെത്തിയ മാർത്തോമാ വിശ്വാസികൾക്ക് ഒന്നിച്ച് ആരാധിക്കുവാൻ ഇടം നൽകിയ അബുദാബി മാർത്തോമാ ഇടവക സ്ഥാപിതമായിട്ട് 50 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണല്ലോ. കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വചനധ്യാനത്തിനും പഠനത്തിനും പ്രാർത്ഥനയ്ക്കുമായി ഇടവകയെ ചെറിയ ഗ്രൂപ്പുകളായി തിരിച്ച് പ്രാർത്ഥനാ കൂട്ടങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ പ്രവർത്തന സജീവതയ്ക്ക് വേണ്ടി ആണല്ലോ. 1996-99 കാലഘട്ടം അബുദാബി ഇടവക വികാരിയായി പ്രവർത്തിക്കുവാൻ ലഭിച്ചതായ സന്ദർഭം ഇടവകയുടെ ജൂബിലി ആഘോഷങ്ങൾ നടത്തപ്പെട്ടത് സന്തോഷത്തോടെ ഓർക്കുന്നു. അതിനോടനുബന്ധിച്ച് ഇടവകയിലെ പ്രാർത്ഥനാ കൂട്ടങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് നന്ദിയോടെ സ്മരിക്കുന്നു. അന്ന് സ്ഥാപിതമായ മദീന സെയ്ദ് പ്രാർത്ഥനാ കൂട്ടത്തിൽ ആരംഭത്തിൽ 16 കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 40-ൽ പരം കുടുംബങ്ങൾ ആയിരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നതായുള്ള വിസ്തരമാണ്. തുടക്കത്തിൽ പ്രാർത്ഥനാ കൂട്ടത്തിന്റെ നടത്തിപ്പിന് നേതൃത്വം നൽകിയ മിസ്റ്റർ PD മാത്യുവിനെ പ്രത്യേകമായും അഭിനന്ദിക്കുന്നു. നല്ല തുടക്കം, നല്ല പ്രവർത്തനം കാഴ്ചവെപ്പാൻ ഇടയാക്കിയല്ലോ. 25 സംവത്സരം പ്രാർത്ഥനാ കൂട്ടത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്ന ഈ സന്ദർഭത്തിൽ പ്രാർത്ഥനാ കൂട്ടത്തിന് എല്ലാവിധ അനുഗ്രഹ ആശംസകളും നേരുന്നു. സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് അഭിവന്യ ഡോക്ടർ യുവാക്കിം മാർ പൗലോസ് സഫർഗൻ മെത്രാപ്പോലീത്ത തിരുമേനി നേതൃത്വം നൽകുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. വിശ്വാസവും സാക്ഷ്യവും സജീവമായി നിലനിർത്തി ഏറെ അനുഗ്രഹമായി പ്രവർത്തിപ്പാൻ മദീന സെയ്ദ് പ്രാർത്ഥനാ കൂട്ടത്തെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സിൽവർ ജൂബിലി ആശംസകൾ അർപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അബുദാബി മാർത്തോമാ പള്ളിയുടെ മദീന സെയ്ദ് പ്രയർ ഗ്രൂപ്പ് സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ എനിക്കും അതിൽ സംബന്ധിക്കുവാൻ, പങ്കുചേരുവാൻ ദൈവം അനുവദിച്ച കരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതിനുവേണ്ടി അവസരമൊരുക്കിയ പ്രയർ ഗ്രൂപ്പ് ലീഡറിനോടും മറ്റുള്ളവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. മദീന സെയ്ദ് പ്രയർ ഗ്രൂപ്പ് തുടങ്ങിയ കാലം മുതൽ ഇതിലൊരു അംഗമായി പ്രവർത്തിപ്പാനും ആയിരിക്കാനും എനിക്ക് അവസരം കിട്ടി. അത് എൻ്റെ ഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നു. ഓൺലൈൻ പ്രെയർ ഉള്ളപ്പോഴും ഞാൻ ഇതിൽ സംബന്ധിക്കാറുണ്ട്. അതും എനിക്കൊരു അനുഗ്രഹമായി കരുതുന്നു. നമ്മുടെ പ്രയർ ഗ്രൂപ്പ് അബുദാബിയിലെ ഏറ്റവും നല്ല പ്രയർ ഗ്രൂപ്പായി നിലകൊള്ളുന്നതിന് കാരണം ആത്മാർത്ഥമായ പ്രാർത്ഥന, ആത്മീയ കൂട്ടായ്മ, അന്യോന്യം ഒരു കുടുംബം പോലെ സ്നേഹിക്കുകയും കരുതുകയും ആവശ്യ സമയങ്ങളിൽ ഓടുവെത്തുകയും വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രയർ ഗ്രൂപ്പാണ്. അത് നമ്മളെല്ലാം അനുഭവിച്ചറിഞ്ഞവരാണ്. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മദീന സെയ്ദ് പ്രയർ ഗ്രൂപ്പിലെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന എൻ്റെ സൗഖ്യത്തിനും എൻ്റെ ആരോഗ്യത്തിനും അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ അവസരത്തിൽ എല്ലാവിധമായ ആശംസകൾ പ്രയർ ഗ്രൂപ്പിന് നേരുന്നു. എല്ലാവരും നല്ലവണ്ണം പ്രവർത്തിച്ച് അബുദാബിയുടെ പ്രദേശത്ത് മാർത്തോമാ പള്ളിയുടെ ഏറ്റവും നല്ലൊരു പ്രയർ ഗ്രൂപ്പായി നിലകൊള്ളുവാൻ എല്ലാവരെയും അനുവദിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രകാശ്, ഇതെൻ്റെ കുടുംബം അജിനി, ജോയൻ ആൻഡ് ഏഞ്ചൽ. ഞങ്ങൾ ഇപ്പോൾ US-ലാണ്, ഹ്യൂസ്റ്റണിൽ. ഞങ്ങൾ
പഴയ മദീന സയ്യിദ് കുടുംബ അംഗങ്ങളായിരുന്നു. 1998 മുതൽ 2006 വരെ ഞങ്ങൾ മദീന സയ്യിദിൻ്റെ പ്രയർ ഗ്രൂപ്പിലും അതുപോലെ അബുദാബി ചർച്ചിൻ്റെ മെമ്പേഴ്സുമായിട്ടാണ് കേൾക്കുന്നത്. മദീന സയ്യിദിൻ്റെ ചുമതല ഏക്കാരൻ ചെയ്തു ഈ ആദ്യം തന്നു. ഈ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ സമയത്ത് ദൈവത്തിൻ്റെ എല്ലാ കൃപാവരങ്ങളും മദീന സയ്യിദ് പ്രയർ ഗ്രൂപ്പിനും അതിൻ്റെ മെമ്പേഴ്സിനും അതിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഉണ്ടാവട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിറപടിയായി നിറയ്ക്കട്ടെ. ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 25 വർഷം പിന്നിടുന്ന അബുദാബി മർത്തമ ചർച്ചിൻ്റെ ഒരു പ്രയർ ഗ്രൂപ്പായിരിക്കുന്ന മദീന സയ്യിദ് പ്രയർ ഗ്രൂപ്പിൻ്റെ 98, 2003 വർഷങ്ങളിലെ ആരംഭകാല പ്രയർ ഗ്രൂപ്പിൻ്റെ മെമ്പേഴ്സായിരിക്കുവാൻ ഞങ്ങളെയും കുടുംബമായി ഇടയാക്കി. UK വന്ന അതേ മാതൃകയിൽ മർത്തോമ ഇടവകയുടെ ഒരു പ്രയർ ഗ്രൂപ്പായി ഇന്നേവം ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. കൂട്ടായ്മയായ ബന്ധത്തിൽ മദീന സയ്യിദിൻ്റെ പ്രയർ ഗ്രൂപ്പുമായി സൗഹൃദബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ ഈ വർഷങ്ങളിലൊക്കെയും ദൈവം ഇടയാക്കി. 25 വർഷം പിന്നിടുന്ന അബുദാബി മർത്തോമ ചർച്ചിൻ്റെ ഭാഗമായ മദീന സയ്യിദ് പ്രയർ ഗ്രൂപ്പിന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ ആശംസകളും ഈ സമയത്ത് അറിയിച്ചുകൊള്ളട്ടെ. 25 വർഷം പിന്നിടുന്ന മദീന സയ്യിദ് പ്രയർ ഗ്രൂപ്പിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഉണ്ടാകട്ടെ. കൂട്ടായ്മകൾ എപ്പോഴും ദൈവവുമായിട്ട് അടുപ്പിക്കുന്ന പരിശീലന കേന്ദ്രങ്ങളാണല്ലോ. മദീന സയ്യിദ് പ്രയർ ഗ്രൂപ്പും അങ്ങനെ ആയിരിക്കാൻ ദൈവം ഇടയാക്കട്ടെ. ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഓരോപ്പൻ്റെ മക്കളായ നാം ദൈവത്തെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ട് ഒരുക്കപ്പെടുന്ന സമൂഹങ്ങളായിട്ട് ആയിരിക്കാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ. എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഹലോ, എൻ്റെ പേര് റോഹിൻ ഈപ്പൻ. ഞാൻ 2015 to 2017 അബുദാബിയിലുണ്ടായിരുന്നു. ആ സമയത്ത് മദീന സയ്യിദ് പ്രയർ ഗ്രൂപ്പ് ആയിരുന്നു എൻ്റെ പ്രയർ ഗ്രൂപ്പ്. ഇപ്പം പ്രയർ ഗ്രൂപ്പ് 25 years ആയി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ഒരുപാട് ഓർമ്മകളുണ്ട് ആക്ച്വലി മദീന സയ്യിദ് പ്രയർ ഗ്രൂപ്പിനെ പറ്റി ആലോചിക്കുമ്പോൾ. തേഴ്സ്ഡേയ്സിലുള്ള നമ്മുടെ പ്രയർ ഗ്രൂപ്പായിട്ട് ഒത്തുചേരുന്നതും വീടുകളിൽ ഒത്തുചേരുന്നതും എല്ലാവരും കാണുന്നതും പിന്നെ ഓരോ ആക്ടിവിറ്റീസിൽ പള്ളിയിൽ പങ്കെടുക്കുന്നത് വളരെ വലിയ ഓർമ്മകളാണ്. മദീന സയ്യിദ് പ്രയർ ഗ്രൂപ്പിനെ പറ്റിയുള്ളത് ഓരോ മെമ്പേഴ്സിനെയും ഞാൻ ഓർക്കുന്നു. അപ്പം ഒരിക്കൽ കൂടി എല്ലാ ബെസ്റ്റ് വിഷസ് നേരുന്നു. ഇതിൻ്റെ ഭാരവാഹികൾക്കും എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഓക്കെ, ബൈ. Hello. Greetings to you all in the precious name of our Lord and Savior Jesus Christ. I'm so glad that I could be a part of today's celebration, even though it's virtual. Madina Sahib Prayer Group has been a strong positive influence for me growing up, be it in praying publicly, reading the Bible, in talent search, be it anything. So I am always thankful for all the support and all the forms of encouragement that I've got from the church and from the prayer group. And on this glorious occasion, all of us who are here in Australia, Sneha, George, Ashlyn, Anisha and myself, we would like to wish all of you a great day of Silver Jubilee celebration. May God bless all of you and may you all go on to celebrate more years of togetherness. Thank you. Hi everybody, it's so nice to see you all again. Something I remember about our prayer group is how much space and how many opportunities they used to really give all the children to grow in this spiritual journey. The first time I ever spoke in front of people about the Word of God was at a prayer meeting, and that's really helped me because I'm still doing it, and one day I hope to pass it on to my kid. But yeah, they taught me how to pray, how to really stay rooted in my beliefs and my faith as a Christian. And as one big family, they were always there through all the ups and downs of my life. At any point, we could run to anyone for guidance. If we gave someone a prayer request, they were always there praying for us. At all the important phases in life and at every stage that something new was happening, we always used to have a prayer meeting and everybody used to come together. They used to pray for us and they used to give us their blessings and some advice on how to move forward, and that's something I'll always cherish forever. And yeah, I hope I find that kind of community somewhere sometime again, but it's a very high standard.
that they've set, and yes, I hope we all get together again soon. Praise the Lord. First of all, congratulations on the 25th anniversary of our prayer group. It's surprising to think that we completed 25 years and that I've spent 17 years of my life in it. When I was young, I always thought that going to prayer was fun. Like once a week we would all meet up, I can talk to my friends, and after 2 hours we eat all kinds of food. But as I grew up and became more aware of my surroundings, I started to appreciate the prayer group for different things. Like one, how we always participate in different church events. Be it singing or dancing, we always try our best with so much enthusiasm and excitement. Another thing I appreciate is how close-knit we are. Like whenever a prayer group member was not feeling well or had issues, I know uncles and aunties would go over and help and support them in any way possible. And how we as a prayer group would collectively hold our hands and pray for them. I think that is what I miss since coming over to Bulgaria. The presence of a loving Christian community, sharing our problems and our joys, surrounded by people I have known since childhood, and ultimately being in God's presence and praising His name. So yeah, it's amazing that we have been together for 25 years, and I look forward for more to come. Thank you. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. തിരുശരീര സഭയുടെ ഭാഗമായ നമ്മുടെ മാർത്തോമാ സഭയുടെ മെത്രാപ്പൊലിത്ത റൈറ്റ് റവറൻഡ് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലിത്തായോടും നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന സഫ്രഗൻ ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ യുയാക്കി മാർ കൂർലോസ് തിരുമേനിയോടും ഇടവക വികാരിയായ റവറൻഡ് ജിജു ജോസഫ് അച്ഛനോടും കുടുംബത്തോടും സഹവികാരി റവറൻഡ് അജിത് ഈപ്പൻ തോമസ് അച്ഛനോടും കുടുംബത്തോടും കാലാകാലങ്ങളിൽ നമുക്ക് ആത്മീയ നേതൃത്വം നൽകി തന്നതായ എല്ലാ മുൻ വികാരിമാരോടും പ്രയർ ഗ്രൂപ്പിന്റെ പഴയകാല മെമ്പേഴ്സിനോടും ഇപ്പോൾ അംഗങ്ങളായിരിക്കുന്നവരോടും ഉള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു.